Hi dears, welcome back to our channel Rasina Nias. അപ്പോൾ ഇന്ന് ഫീഡിംഗ് മദർസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, അറിയണമെങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, പെട്ടെന്ന് അറിയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫീഡിംഗ് മദർസിന് സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു. കാരണം ഇപ്പോൾ എൻ്റെ ആ ഒരു ജേർണി നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2 ഫ്രണ്ട്സ് എൻ്റെ ഇങ്ങനെ പേഴ്സണലായിട്ട് ചോദിച്ചായിരുന്നു ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും ഫീഡിംഗ് മദർസ് അല്ലെങ്കിൽ ന്യൂ മോംസ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായി വീഡിയോ ഇടാത്തത്. 2-3 ദിവസമായിട്ടില്ല, 2 ദിവസമായി തോന്നുന്നു കേട്ടോ. ഒന്നാമത്തെ റീസൺ വന്നിട്ട് ഇവിടെ പവർ ഇല്ലായിരുന്നു. മഴയായത് കാരണം കാറ്റും മഴയും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പവർ നിൽക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. സെക്കൻഡ് റീസൺ വന്നിട്ട് ഇന്നലെ ബേബീൻ്റെ വാക്സിൻ ആയിരുന്നു. ഫസ്റ്റ് വാക്സിനാണ്. 3 ഇഞ്ചക്ഷനും ഒരുമിച്ചെടുത്ത് നല്ല പെയിനും ഫീവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പനിയാണ് വാവച്ചിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈലിനോടൊന്നും അധികം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കംപ്ലീറ്റ് കെയർ ബേബീൻ്റെ മുകളിലായി പോയിട്ട് അതാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. നല്ല കരച്ചിലുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, രാത്രിയൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല. ഫസ്റ്റ് വാക്സിൻ ആയതുകൊണ്ട് തന്നെ അതും ഈ പെയിൻലെസ് വാക്സിൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റിൽ നിന്ന് എടുക്കാം. പക്ഷേ അത് എത്രത്തോളം യൂസ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെയിൻ കുറവാകാനുള്ള സ്റ്റിക്കർസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും ചെയ്തില്ല, പെട്ടെന്ന് പോയി. കാരണം 45 ഡേയ്സ് കറക്റ്റ് ആകുമ്പോൾ പോയ ദിവസം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അറിയാതെ മോക്ക് പനീൻ്റെ സിറപ്പ് കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് ഇഞ്ചക്ഷൻ ക്യാൻസലായി പോയി. അപ്പോൾ അതാത് സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് കരുതി. പിന്നെ ഇന്നലെ വേറെ പ്രിക്കോഷൻസ് ഒന്നും ഞാൻ കണ്ടെത്താതെ പെട്ടെന്ന് തന്നെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ മോള് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ കട്ടാവും ചെയ്യും. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നത് എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസുകൾ പാസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ഫീഡിങ് മദർസിനുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുഞ്ഞിന് പാലില്ലാതെ ആവുക. വാവച്ചി അവിടെ എണീച്ച് നീയാ അഗേ ആട്ടുമോനെ, ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ആട്ടുമ. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് മോംസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുഞ്ഞിന് പാലില്ലാതാകുക കേട്ടോ. അത് എല്ലാ അമ്മമാർക്കും ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. കാരണം നമ്മൾ ആ ഒരു കുഞ്ഞുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച് ആയിരിക്കും. അപ്പോൾ കുഞ്ഞിന് വയറ് നിറച്ച് കുടിക്കാൻ പാലില്ലാതെ ആകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ. എനിക്കുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കാര്യം എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഒരു ദിവസം കുറച്ച് പാലിന് എന്തെങ്കിലും വ്യത്യാസത വന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞുങ്ങൾക്ക് വയറ് നിറഞ്ഞിട്ടില്ലേ എന്താന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നമുക്ക് പാല് ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഫസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ നോക്കുക. ആ ഒരു സമയത്ത് ഫസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള ആ ഒരു 40 ഡേയ്സ് ശരിക്കും ഒരു ഡിപ്രഷനെല്ലാം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ വീണ്ടും വരിക. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ തലപുകയ്ക്കാതെ ഒരു കുഞ്ഞുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ബോണ്ടിങ് നിങ്ങൾ ശക്തിപ്പെടുത്തുക. കുഞ്ഞിൻ്റെ മുഖം നോക്കി സംസാരിക്കാനോ കുഞ്ഞിനോടുള്ള ആ ഒരു ഇഷ്ടം പ്രകടിപ്പിച്ച് അങ്ങനെ നമ്മൾ വാക്ക് പറഞ്ഞ് കുഞ്ഞിനോട് മാത്രമായിട്ട് നമ്മൾ ഇണങ്ങുമ്പോൾ നമുക്ക് വേറെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെ രീതികളിലുള്ള ടെൻഷൻസും സ്ട്രെസ്സും എല്ലാം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ കഴിയുന്നതും നിങ്ങൾ ഈ ഒരു 40 ഡേയ്സിൻ്റെ സമയത്ത് 40-50 ഡേയ്സ് ആ ഒരു രീതിയിൽ ന്യൂ മോംസ് ആയിരിക്കുള്ളൂ. നിങ്ങൾ ആ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ചില പേര് ഞാൻ കണ്ടിട്ടുണ്ട് 15 ഡേയ്സിൽ 20 ഡേയ്സിലെല്ലാം അവരവരുടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രഷറും സ്ട്രെസ്സും കൂടും. അതുപോലെ തന്നെ കുഞ്ഞിന് പാലില്ലായ്മ വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെഡിസിനാണ് കുഞ്ഞിന് നമ്മൾ പാലൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ നമ്മളെ മണ്ടയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്നും ഹാപ്പി മോമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക.
തീർച്ചയായിട്ടും നൈറ്റ് ഉറക്കമൊക്കെ കുറവുണ്ടാവും. അതെല്ലാം നമ്മളൊരു എന്താ പറയുക, നമ്മളെ ലൈഫ് ടൈം മെമ്മറീസാണ് ആ സംഭവം. നമുക്ക് എന്നും അത് ഉണ്ടാവില്ല, എന്നും ഈ ഉറക്കില്ലായ്മയും എന്നും ഈ കുട്ടികളുടെ ചെറിയ കുഞ്ഞുവാവിൻ്റെ കൂടെ ഇരിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളെ ലൈഫിൽ വരുമ്പോൾ അത് നമുക്ക് ശരിക്കും എൻജോയ് ആക്കിയിട്ട് ലൈഫ് ലീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. ടെൻഷൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഒരു ഹോർമോൺ റിലീസാവും. അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് തടസ്സമാവും കേട്ടോ. അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവം നമ്മൾ എന്താ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിലെല്ലാം എനിക്ക് എൻ്റെ ഉമ്മ വെള്ളം തരലില്ല കേട്ടോ. പ്രസവിച്ച ആൾക്കാർ വെള്ളം കുടിക്കാൻ പാടില്ല കൂടുതലൊന്നും. അതെന്താണെന്നറിയില്ല. ചില പേര് പറയും വയറ് ചാടും, ചില പേര് പറയും നന്നായിട്ട് തടി വെക്കും, ചില പേര് പറയും പിന്നെ പാലിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കാത്തതെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിട്ടുണ്ടാവണം. ഒരിക്കൽ നമ്മൾ ബേബിക്ക് ഫീഡ് ചെയ്ത് ആ ഒരു ഗ്യാപ്പിൽ ഫീഡ് ചെയ്തിട്ട് ബേബിക്ക് വയറ് ഫുള്ളായാലും ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ നോക്കണം. അങ്ങനെ ഓരോരോ ഫീഡിൻ്റെ നടുക്കും നമ്മൾ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പോൾ ഫീഡ് ചെയ്ത് കുഞ്ഞു വയറ് നിറച്ച് കളിക്കുകയാണ്, നമ്മളെ പണിയെടുക്കാൻ പോകില്ലേ, അല്ലെ ഒന്നോ കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫ്രീ ആയ സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു 3-4 ഗ്ലാസ് വെള്ളം നിന്നിട്ട് ഒറ്റയടിക്ക് കുടിക്കണമെന്നല്ല. ആ കുഞ്ഞ് എണിക്കുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം ഓരോരോ ഫീഡിൻ്റെ നടുക്കും നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ബ്രസ്റ്റ് ഫീഡിന് വേണ്ട മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അതിലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ കണ്ടൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ ആയിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മളെ ബോഡി ഡീഹൈഡ്രേറ്റ് ആണെങ്കിൽ ശരിക്കും നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ നോക്കുക. ബ്രസ്റ്റ് ഫീഡിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പാലില്ലാതെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അന്ന് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പാല് സപ്ലൈ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞ് വയറ് നിറച്ച് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാവില്ലേ. അപ്പോൾ വെള്ളം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കുടിക്കുക. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദാഹമില്ല, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ടെൻഡൻസി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക. അതും ഓരോരോ ഫീഡിന് ശേഷം നമ്മൾ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. തീർച്ചയായിട്ടും പിന്നെ പാല് ഇൻക്രീസ് ആവും കേട്ടോ. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മളെ ബ്രസ്റ്റ് ഫീഡ് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ വെജിറ്റബിൾസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിരങ്ങ നമ്മൾ കറി വെച്ചിട്ടോ അഥവാ നമ്മൾ എന്താ പറയുക, നമ്മൾ തോരൻ വെക്കൂലേ, തോരൻ വെച്ചിട്ടോ അങ്ങനെ എങ്ങനെ കഴിച്ചാലും നമ്മൾ ചിരങ്ങ കഴിക്കുന്നത് കൊണ്ട് നന്നായിട്ട് പാല് കൂടുതലാകും. രണ്ടാമത്തെ വന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ആവരുത്, ബോഡി ഹീറ്റാവും. ബദാം, വേറെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ ഒരു ദിവസം ഒരു 4 വെച്ചിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ മൂന്നാമത്തത് നമ്മൾ ധാരാളം പാല് കുടിക്കാൻ നോക്കുക. മിനിമം 1 ലിറ്ററെങ്കിലും പാല് കുടിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ 1/2 ലിറ്റർ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് കുടിക്കാൻ നോക്കുക. കുടിക്കുന്ന സമയത്ത് കട്ടിയായിട്ടുള്ള പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ഫാമിലി എല്ലാവരും കുടിച്ചിട്ട് ബാക്കിയുള്ള 1 ഗ്ലാസ് കുടിക്കുക, അല്ലെങ്കിൽ കോഫി ആക്കി കുടിക്കുക. അങ്ങനെ കുടിക്കാതെ 1/2 ലിറ്റർ പാലാണെങ്കിലും അത് നമ്മൾ ഒരു ദിവസത്തിൽ ഇപ്പോൾ 1 ലിറ്റർ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ, അത് കൂടുതൽ വെള്ളമാക്കാതെ നിങ്ങൾ കട്ടിപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തത് വന്നിട്ട് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തീർച്ചയായിട്ടും ചില കുട്ടികൾ കുട്ടികൾക്ക് എഗ്ഗ് തിന്നിട്ട് പാല് കുടിച്ചാൽ ഇത് ഡൈജഷൻ ആവില്ല, അവർക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്, കോളിക് പെയിൻ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അതിനുള്ള റെമഡി വേറെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ഒരു മുട്ട നിങ്ങൾ തിന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവും കേട്ടോ. അതുമൂലം തന്നെ നിങ്ങൾക്ക് കാൽഷ്യം നന്നായിട്ട് കിട്ടും. എന്നാലും കാൽഷ്യം സപ്ലിമെൻറ്റ് എടുക്കണം കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് പാല് കൂടുന്നതായിട്ട് കാണാം. പിന്നെ നോൺ വെജിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മട്ടൺ കഴിക്കാവുന്നതാണ്. മട്ടൺ കഴിച്ച് വിത്തിൻ സെക്കൻഡിൽ തന്നെ നമുക്ക് പാല് നന്നായിട്ട് കൂടുന്നത് ശ്രദ്ധിച്ച് കാണാം. അതുപോലെ തന്നെ മട്ടൺ സൂപ്പുകൾ നമ്മൾ 1 ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പാല് നന്നായിട്ട് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് തൊട്ടിട്ട് തന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ദിവസം നമ്മൾ ഈ മട്ടനെല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്കറിയില്ല ഇത് പാല് കൂടാനാണ്. പക്ഷേ പാല് കൂടാൻ ഏറ്റവും നല്ലതാണ് മട്ടൺ. അതുപോലെ തന്നെ
തന്നെ മട്ടൺ ലെഗ് സൂപ്പാക്കിയിട്ട് കുടിക്കുക. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വെജിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ പാലും ഡയറി പ്രൊഡക്റ്റ് എല്ലാം കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള കുറേ പയറുകളും അതും ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ നമ്മൾ കറി വെച്ചിട്ടോ പുഴുങ്ങിയിട്ടോ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ള ഒരു സംഭവമാണ്. ചെറുപയർ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ഒരുപാട് പാൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുമൂലം തന്നെ നമ്മളെ കുഞ്ഞിന് നന്നായി പാല് കൊടുക്കാനും പറ്റും. ആ പാല് കുടിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഏറ്റവും ചീപ്പസ്റ്റ്, നോർമൽ എല്ലാ വീട്ടിലും നമ്മളെ വീട്ടിൻ്റെ അടുത്തെല്ലാം ചിലപ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് പപ്പായ. നമുക്ക് പഴുത്തതാണെങ്കിൽ കൂടുതൽ ചില പേർക്ക് ജലദോഷം വരുത്തുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റിൽ കഴിക്കുക. അതുപോലെ തന്നെ പച്ച പപ്പായ കറി വെച്ചിട്ടോ അല്ല നമ്മൾ വറവാക്കിയിട്ടോ അതായത് തോരൻ വെച്ചിട്ടോ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ് പാല് ഇൻക്രീസ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒരു വസ്തുവാണ് വെളുത്തുള്ളി, ഗാർലിക്. വെളുത്തുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കറികൾ വെക്കുന്നതിലെല്ലാം കൂടുതലായിട്ട് വെളുത്തുള്ളിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ചോറ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ചിത്രാന്നെല്ലാം ആക്കൂലേ, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴിക്കുന്ന ഏതാ ചോറ്. എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പശു നെയ്യാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. പശു നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ട് അതിലേക്ക് ചോറിട്ടിട്ട് കഴിക്കാൻ നോക്കുക. അതുമൂലം തന്നെ നന്നായിട്ട് പാല് നിങ്ങൾക്ക് കൂടുകയും ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓട്സ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ദിവസം 2 കപ്പായിട്ട് ഓട്സ് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് പാലിൽ തിളപ്പിച്ച് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ബെല്ലോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്സ് 2 കപ്പ് ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ മട്ടൺ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, മട്ടൺ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലോ ഇതൊന്നും നമുക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ള ആൾക്കാർ തീർച്ചയായും ചിക്കൻ കഴിക്കുക. ചിക്കൻ കഴിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് പാൽ വരും കേട്ടോ. ചിക്കൻ നിങ്ങൾക്ക് ധാരാളം കഴിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. ബോഡി ഹീറ്റാവുമെന്ന് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളമാണ് എല്ലാത്തിനും സൊല്യൂഷൻ കേട്ടോ, വെള്ളം കുടിക്കുക നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് കഴിക്കുക. ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ പച്ചയായിട്ട് കഴിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പച്ചയായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ തോരൻ വെച്ച് കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും ബീട്രൂട്ട് കഴിക്കാം. അപ്പോൾ ബീട്രൂട്ട് കഴിക്കുന്നത് കൊണ്ടും നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരറ്റും ഒരു നല്ല ഒരു സംഭവമാണ് നമ്മളെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളെ കണ്ണിനും കുഞ്ഞിൻ്റെ കണ്ണിനും ഒക്കെ ഭയങ്കര നല്ലതാണ് നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് നമുക്ക് രണ്ടും കമ്പൈനായിട്ട് കഴിക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് നന്നായിട്ട് ഒരു സാമ്പാർ വെച്ചിട്ടോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കുക. അതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആകും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. വൈറ്റമിൻ സപ്ലിമെൻറ്റ് കറക്റ്റായി എടുക്കുന്നത് കൊണ്ടും കാൽഷ്യം എല്ലാം നമുക്ക് അകത്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ടും കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി തേങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് കോക്കനട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വറവുകളും കറികളോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ തേങ്ങ കൂടുതൽ യൂസ് ചെയ്യുക, അങ്ങനെയാവും. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ, നമുക്ക് പിന്നെ നോൺ വെജൊന്നും തരൂല അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും തരൂല, ജലദോഷം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് തരൂല എന്നുള്ളവർ തേങ്ങയും വെളുത്തുള്ളിയും നന്നായിട്ട് ചമ്മന്തി അരച്ചിട്ട് അത് കഴിക്കുക കേട്ടോ. അതുകൊണ്ടും നമുക്ക് നന്നായിട്ട് പാലുണ്ടാകും. മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ വേണ്ടാത്ത ടെൻഷനുകൾ നമ്മൾ മണ്ടേന്ന് ഒഴിവാക്കിയാൽ തന്നെ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വേണ്ടാത്ത സംഭവങ്ങൾ നമ്മൾ മണ്ടേന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിന് നന്നായിട്ട് പാല് കിട്ടുകയും ചെയ്യും, നമ്മളെ കുഞ്ഞ് നന്നായിട്ട് തടി വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. നാളെ മിക്കവാറും വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ, ഇൻഷാ അള്ളാ പറ്റിയാൽ ഇടാം. ഓക്കെ, അപ്പോൾ ബൈ.